നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ആണ്. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് എങ്ങനെയാണ്, എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളറിയാം ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് a1x + b1y + c1 = 0, അതുപോലെ a2x + b2y + c2 = 0. അങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇക്വേഷൻ വരയ്ക്കുമ്പോൾ അത് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടുക, ചിലപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കാം. അത് വെച്ചിട്ട് നമുക്കതിനെ എത്ര സൊല്യൂഷൻ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന് യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും, കോയിൻസിഡൻറ്റ് ലൈൻസ് ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റിലി മെലി സൊല്യൂഷൻ ഉണ്ടായിരിക്കും, പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ സംശയമുള്ളവർ ആ വീഡിയോ കാണുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ്, ആ ടെക്സ്റ്റിൽ കൊടുത്ത 3 എക്സാമ്പിളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന്. ആദ്യത്തെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ഇക്വേഷൻ x + 3y = 6 എന്നും 2x - 3y = 12 എന്നാണ്. ഇത് കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ? കൺസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസും അതേപോലെ, അതായത് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ ഇല്ലെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് അല്ല. അതുപോലെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതും സോൾവ് ചെയ്യണം ഗ്രാഫിക്കലി, അതും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ x + 3y = 6, ഇത് നമുക്ക് എങ്ങനെ y സോൾവ് ചെയ്യാം? 3y = 6 - x, അപ്പോൾ y = 6 - x / 3. അപ്പോൾ അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എക്സിന് നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ 6 - 0, അതായത് 6/3 എത്രയാണ്? 2. അതുപോലെ എക്സിന് നമ്മൾ 6 എന്നുള്ള വാല്യൂ കൊടുത്തു. നമുക്കത് സൊല്യൂഷൻ കിട്ടാനുള്ള എളുപ്പത്തിനാണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷനൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൗണ്ടിങ് നമ്പർ പോസിറ്റീവ് ഒരു ഇൻറ്റിജർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വാല്യൂസ് കൊടുക്കണം. അല്ലെങ്കിൽ 2 or 3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ ആവും കിട്ടുക. അപ്പോൾ അത് ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള നമ്പറുകൾ കൊടുക്കണം. നമ്മൾ 6 കൊടുക്കാനുള്ള കാരണം ഇവിടെ 6 - 6 ഇവിടെ 0 ആയിട്ട് പോകുന്നറിയാം, അതുകൊണ്ടാണ് 6 കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ 6 - 5 1/3 എന്ന് കിട്ടും. അപ്പോൾ അതൊരു ഫ്രാക്ഷനാണ്, നമുക്ക് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ നമ്പറുകൾ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക. 6 കൊടുത്തപ്പോൾ നമുക്കിവിടെ 0 കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഇതുപോലെ 2x - 3y = 12. അപ്പോൾ നമുക്ക് 2x ഈ 12 ഇങ്ങോട്ട് കൊണ്ടുവരാം. 3y നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? y = 2x - 12, ഈ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടേക്ക് വരും അല്ലേ, / 3. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ എക്സിന് 0 കൊടുക്കുമ്പോൾ -12/3, അതായത് -4 എന്ന് കിട്ടി. പിന്നെ നമുക്ക് എക്സിന് 3 കൊടുത്തു, അപ്പോൾ 3 2s are 6, 6 - 12 -6/3 എത്ര വരും? -2 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ 0 2ഉം അതുപോലെ 6 0യും. x 0 ആണെങ്കിൽ y 2, അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ x 6 ആണെങ്കിൽ y എത്രയാണ്? 0. അപ്പോൾ ഈ 2 പോയിന്റ് കിട്ടി. ജസ്റ്റ് നമ്മൾ ആ 2 പോയിന്റ് കൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇക്വേഷൻ നമ്മളവിടെ എഴുതി x + 3y = 6. എയും ബിയും ആ പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്ത ഇക്വേഷനിൽ x 0 ആണെങ്കിൽ y എത്രയാണ്? -4. അപ്പോൾ അത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ x 3 ആണെങ്കിൽ y -2, അപ്പോൾ x 3 y -2, ആ 2 പോയിന്റ് കൂടെ നമ്മൾ നീട്ടി ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. ഇത് എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ. ജോയിൻ നമ്മൾ വരച്ചപ്പോൾ നമ്മുടെ 6 0 എന്നുള്ള ആദ്യത്തെ സ്ട്രേറ്റ് ലൈൻ്റെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി ഈ 2 ലൈനുകൾ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു? x = 6 അല്ലെങ്കിൽ y = 0 എന്ന് പറഞ്ഞാൽ 6 0 എന്ന് പറഞ്ഞ പോയിന്റിൽ 2 ലൈനുകൾ ജോയിൻ ചെയ്തു, ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഇത് ഒരു എന്താണ്? കൺസിസ്റ്റൻ്റ്. ഇതിന് ഒരു സൊല്യൂഷനാണുള്ളത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് x 6ഉം y 0യുമാണ്. അതുകൊണ്ട് ഈ ഗിവൺ പെയർ ഓഫ് ഇക്വേഷൻസ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണ്. ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ മെനി സൊല്യൂഷനോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൺസിസ്റ്റൻ്റ് ആണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x 6ഉം y 0യുമാണ്. വളരെ ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷനിൽ പോയിന്റുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോയിന്റ് കോർഡിനേറ്റ്സ് ഉണ്ടാക്കുക, അത് ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. ഇൻ്റർസെക്റ്റ് ചെയ്യണുണ്ടോ, അതോ പാരലൽ ലൈൻസ് ആണോ കിട്ടണേ, അതോ കോയിൻസിഡൻറ്റ് ലൈൻസ് ആണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എക്സാമ്പിൾ 2ൽ ഇതുപോലെ 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ 5x - 8y + 1 = 0. രണ്ടാമത്തത് കുറച്ച് ഫ്രാക്ഷനില്ല. അപ്പോൾ നമ്മളിവിടെ 3/5 ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷന് മൊത്തം നമ്മൾ 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ ടേമിനെയും. അപ്പോൾ 24/y × 5/3 +
3/5 ഇൻറ്റു 5/3 ഈക്വൽ ടു 0. ഇവിടെ നോക്കിയാൽ ഇവിടെ 3 ക്യാൻസൽ ആയിട്ട് നമുക്കിവിടെ 5x കിട്ടി. ഇവിടെ നമുക്ക് 24ൽ 3 8 ടൈംസ് ഉണ്ട് അല്ലേ, അതുപോലെ 5ഉം അവിടെ ക്യാൻസൽ ആവും. 3ൽ 3 1 ടൈംസ്, അപ്പോൾ നമുക്കിവിടെ 8 പിന്നെ y ഉണ്ട് പ്ലസ് ഇവിടെ നമുക്ക് എല്ലാം ക്യാൻസൽ ചെയ്ത് നമുക്കിവിടെ 1 എന്ന് കിട്ടും. ഇതാണ് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇത് തന്നെയല്ലേ നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയണത്. അപ്പോൾ ഇക്വേഷൻ 2 നമ്മൾ ജസ്റ്റ് 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കത് ഇക്വേഷൻ 1 തന്നെയാണെന്ന് കിട്ടി. അതായത് ഇവിടെ 1 and 2 ആർ ഈക്വൽ. രണ്ടും ഇക്വേഷൻ എന്ത് തന്നെയാണ്, ഒരു ഇക്വേഷൻ തന്നെയാണ് അല്ലേ. ഇക്വാലൻ്റ് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഇതെന്തായിരിക്കും, കോയിൻസിഡൻ്റ് ആയിരിക്കും അല്ലേ. ഒരു ലൈൻ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ തന്നെ വരുന്നത് കോയിൻസിഡൻ്റ് ആണ്. അതുകൊണ്ട് ഇതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. കോയിൻസിഡൻ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ ഒരു യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ ഇത് മനസ്സിലായില്ല. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ കിട്ടി. നമുക്കൊരു എക്സാമ്പിളും കൂടിയുണ്ട്, അതും കൂടി ഡിസ്കസ് ചെയ്യാം. ചാമ്പ വെൻ ടു എ സെയിൽ, ഒരു സെയിലിന് പോയി. അവൾ കുറച്ച് പാൻസും സ്കേർട്ടും പർച്ചേസ് ചെയ്യാനാണ് പോയത്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ചോദിച്ചു, നീ എത്ര സ്കേർട്ടും പാൻസും നീ പർച്ചേസ് ചെയ്തു എന്ന്. അപ്പോൾ അവൾ പറഞ്ഞതാണ്, ദ നമ്പർ ഓഫ് സ്കേർട്ട്സ് ഈസ് 2 less than twice the number of pants. അപ്പോൾ സ്കേർട്ട് പാൻസ് നമ്മൾ എക്സ് എടുക്കുക, വൈ നമ്മൾ സ്കേർട്ട് വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ അവൾ പറഞ്ഞത്, 2 less than twice the number of pants. Twice the number of pants 2x, അതിൽ നിന്ന് 2 കുറവാണ്. അപ്പോൾ 2x minus 2 is equal to y. അതേപോലെ ഒരു റിലേഷനും കൂടി അവൾ പറഞ്ഞു, ദ നമ്പർ ഓഫ് സ്കേർട്ട് ഈസ് 4 less than 4 times the number of pants. 4 times the number of pants 4y അല്ല 4x, അതിൽ നിന്ന് 4 കുറവല്ലേ, 4 less than. അപ്പോൾ 4x minus 4 is equal to y. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അവൾ എത്ര സ്കേർട്ടും പാൻറ്റും മേടിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിപ്പോൾ ഓൾറെഡി y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് എക്സിന് നമുക്ക് ഇവിടെ 0 കൊടുത്തു നോക്കാം അല്ലേ. എക്സിന് 0 കൊടുക്കുമ്പോൾ y -2 കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 2s are 4, 4 minus 2 2 എന്ന് കിട്ടി. അപ്പോൾ 2 2 0 -2 എന്നുള്ളത് കിട്ടി. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു 2 2. അപ്പോൾ ഇവിടെ അതുപോലെ 0 -2. അപ്പോൾ ഇവിടെ ഈ രണ്ടും കൂടിയിട്ട് നമ്മളിതുപോലെ വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. ആ ലൈനിൻ്റെ പേര് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ അടുത്തത് നമുക്ക് y ഈക്വൽ ടു 4x minus 4 ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ത് കിട്ടി, -4. എക്സിന് 1 കൊടുത്തപ്പോൾ 4 minus 4 0. അപ്പോൾ ഒന്ന് 0 -4 കണ്ടോ, 0യും -4. അപ്പോൾ ഈ ഒരു പോയിൻറ്റും പിന്നെ 1 0 എന്ന് പറഞ്ഞ ഈ പോയിൻറ്റ്, ഇത് രണ്ടും കൂടി നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ട് വരച്ചു, സ്ട്രേറ്റ് ലൈൻ കിട്ടി. അപ്പോൾ രണ്ടും ഇവിടെ നമുക്ക് 1 0യിൽ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ. രണ്ട് ഇക്വേഷനും അല്ലെങ്കിൽ രണ്ട് സ്ട്രേറ്റ് ലൈനും 1 0 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കില്ല ഉണ്ടാവുക അല്ല. ഇത്ര സ്കേർട്ട് മേടിച്ചു അല്ലെങ്കിൽ ഇത്ര പാൻറ്റ് മേടിച്ചു നമുക്ക് പറയാൻ പറ്റും, അല്ലാതെ കുറേ എണ്ണം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കില്ല. അപ്പോൾ നമുക്കവിടെ 1 0 1 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 0യും. എക്സ് നമ്മൾ എടുത്തത് നമ്പർ ഓഫ് പാൻസ് ആണ് അല്ലേ, വൈ എടുത്തത് നമ്പർ ഓഫ് സ്കേർട്ട്സ്. അതിൻ്റെ അർത്ഥം പാൻറ്റ് അവൾ ഒരെണ്ണമാണ് മേടിച്ചത്, സ്കേർട്ട് 0. അതായത് സ്കേർട്ട് അവൾ ഒന്നും തന്നെ മേടിച്ചില്ല എന്ന് പറയണത്. നമുക്കത് ഇതിൽ ഇട്ട് കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റും. 2 times പാൻറ്റ്, അപ്പോൾ 2 അതിൽ നിന്ന് 2 കുറയ്ക്കുക അല്ലേ. അപ്പോൾ എന്താണ് 0 വന്നു. അതുപോലെ 4 times പാൻറ്റ്, അപ്പോൾ 4 പാൻറ്റ് അതിൽ നിന്ന് 4 കുറച്ചു, അപ്പോഴും 0. അതായത് വൈ സ്കേർട്ട് അവിടെ 0 ആണെന്ന് കിട്ടി. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഇതുപോലെ നേരിട്ട് തരും, ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഏത് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്, ഗ്രാഫിക്കൽ മെത്തേഡോ ഓൾജിബ്രേക്ക് മെത്തേഡോ, അതിനനുസരിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് 3.1 ആണ്, ഗ്രാഫിക്കലി സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതാണ്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്